മാരകമായ ക്യാൻസർ രോഗത്തിന്റെ പിടിയിൽ മരണത്തോട് മല്ലിട്ട മരിയ ഡൊളോറസ് റോസിക് എന്ന ക്രൈസ്തവ വനിത അത്ഭുതകരമായ തന്റെ രോഗമുക്തിയെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധ നേടുന്നു. വരും നാളുകളിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ പോകുന്ന ആഗോള സഭയിലെ യുവവിശുദ്ധൻ, കമ്പ്യൂട്ടർ പ്രതിഭയായ ആദ്യ വിശുദ്ധൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ വാഴ്ത്തപ്പെട്ട കാർലോ അക്യുറ്റസിന്റെ മാധ്യസ്ഥ ശക്തിയാണ് മരിയ ഡൊളോറസ് റോസിക് തന്റെ രോഗമുക്തിയുടെ ഔഷധമായി ചൂണ്ടിക്കാട്ടുന്നത്. റോസിക്കും കുടുംബവും ഇറ്റലിയിലെ അസീസിയിലുള്ള വാഴ്ത്തപ്പെട്ട കാർലോ അക്യുറ്റസിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന കല്ലറ സന്ദർശിക്കുകയും വാഴ്ത്തപ്പെട്ട കാർലോയുടെ മധ്യസ്ഥതയിലേക്ക് തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെയാണ് റോസിക് രോഗശാന്തി ലഭിച്ചതെന്ന് ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു പീഡിയാട്രിക് ഫിസിഷ്യനായ മരിയ ഡൊളോറസ് റോസിക് 2022 44-ാം വയസ്സിൽ തന്റെ സന്തോഷപ്രദമായ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവന്ന ക്യാൻസർ എന്ന ഭീതിയെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചും ACI പ്രൺസയുമായുള്ള അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നു. ഭർത്താവ് പാബ്ലോയ്ക്കും 17, 15, 12 വയസ്സുള്ള കൗമാരപ്രായക്കാരായ 3 പെൺമക്കളും 7 വയസ്സുള്ള മകനുമൊപ്പം ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നുപോകവേ റോസിക്കിന്റെ ആനന്ദത്തിന്റെ നാളുകളിൽ നേരിയ ഉദരവേദനയായി കടന്നുവന്ന ആ വില്ലൻ തുടർന്നുള്ള വിശദമായ പരിശോധനയിൽ അബ്ഡോമിനൽ ക്യാൻസർ ആണെന്ന സ്ഥിരീകരണം ലഭിച്ചു. സ്വർഗീയ ആനന്ദത്തിൽ നിന്നും നാരകീയ അഗ്നിയിലേക്ക് പതിച്ച അനുഭവമായിരുന്നു അതെന്ന് റോസിക് അഭിമുഖത്തിൽ പങ്കുവച്ചു. എന്നാൽ ആ നാളുകളിൽ നിരവധി പേരുടെ പ്രാർത്ഥനകളും തൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയും എല്ലാറ്റിലും ഉപരി സർവശക്തനായ ദൈവത്തിൻ്റെ കരുതലും ഈ യാത്ര കൂടുതൽ അവർണ്ണനീയമാക്കിയെന്ന് റോസിക് അനുസ്മരിച്ചു. ക്യാൻസറിൻ്റെ ഭാഗമായി നടത്തേണ്ടി വന്ന 2 ശസ്ത്രക്രിയകളും കീമോ ഉൾപ്പെടെയുള്ള ചികിത്സാഘട്ടങ്ങളും തികച്ചും സങ്കീർണമായിരുന്നു. എന്നാൽ താൻ ഇന്ന് അവയെല്ലാം അതിജീവിച്ച് 2 വർഷങ്ങളായി ക്യാൻസർ മുക്തിയായി ജീവിക്കുന്നുവെന്ന് റോസിക് പങ്കുവച്ചു. ഈ നാളുകളിലെല്ലാം വാഴ്ത്തപ്പെട്ട കാർലോയുടെ സാന്നിധ്യം തന്നോടൊപ്പം ഉണ്ടായിരുന്ന അനുഭവം റോസിക്കുണ്ടായിരുന്നു. ശസ്ത്രക്രിയകൾക്ക് മുൻപ് വാഴ്ത്തപ്പെട്ട കാർലോയുടെ തിരുശേഷിപ്പിനെ വണങ്ങി റോസിക് മാധ്യസ്ഥം പ്രാർത്ഥിച്ചിരുന്നു. അനുഗ്രഹീതനായ കാർലോ അക്യുറ്റസിനോട് താൻ ഒരിക്കലും രോഗമുക്തിക്കായി പ്രാർത്ഥിച്ചിട്ടില്ലെന്നും പ്രകാരം ഈ സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കാനുള്ള കൃപയ്ക്കായി മാധ്യസ്ഥം യാചിച്ചെന്നും റോസിക് പറഞ്ഞു. എന്നാൽ ഈ ഒരു യാത്രയിൽ തൻ്റെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ദൃഢമാക്കാൻ സാധിച്ചുവെന്നും അതിലുപരി തനിക്ക് ചുറ്റുമുള്ള നിരവധി പേർ ക്രിസ്തുവിലേക്ക് തിരിച്ചുവരാൻ തൻ്റെ ജീവിതസാക്ഷ്യം കാരണമായെന്നും മരിയ ഡൊളോറസ് റോസിക് പങ്കുവച്ചു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.